നിങ്ങൾ ചെറുപ്പത്തിൽ ബോബനും മോളിയും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാല്യകാലം സുന്ദരമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. 50 വർഷത്തിലേറെയായി 3 തലമുറകളിലൂടെ മലയാളികളെ ടോംസ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഇന്നത്തെ മെഗാസ്റ്റാറുകളും രാഷ്ട്രീയ പ്രമുഖരുമടക്കം വലിയൊരു തലമുറ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് ബോബനും മോളിയും വായിച്ചായിരുന്നു. എല്ലാവരും കാണുന്നത് കാർട്ടൂണിസ്റ്റ് ടോംസ് കാണുന്നില്ല. എല്ലാവരും കേൾക്കുന്നത് ടോംസ് കേൾക്കുന്നുമില്ല. മറ്റാരും കാണാത്തതും കേൾക്കാത്തതുമായിരുന്നു ടോംസിന്റെ ലോകം. 6ാമതൊരു ഇന്ദ്രിയം ടോംസ് തുറന്നു വെച്ചിരുന്നു. വരയുടെയും ചിരിയുടെയും ചിന്തയുടെയും ഒരു 6ാം ഇന്ദ്രിയം, ചിരിച്ചിന്തകളുടെ ഒരു 6ാം തമ്പുരാൻ. വരകളിലൂടെയും വാക്കുകളിലൂടെയും മലയാളിയുടെ സങ്കുചിതത്വവും പിന്തിരിപ്പൻ ചിന്താഗതിയും കോറിയിട്ട് ചിരിക്കാനും ചിന്തിക്കാനും അവസരമൊരുക്കിയ ഉത്സവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ. തലതെറിച്ച 2 പിള്ളേരും അവർക്കിടയിൽ ഓടിപ്പായുന്ന ഒരു നായ്ക്കുട്ടിയും, പിന്നെ കാലൻ കുടയും വീശി നടക്കുന്ന ആശാൻ ഉപ്പായി മാപ്പിള, തടിച്ചുന്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഇട്ടുണ്ണൻ, കയ്യിൽ പത്തിരി പരത്തുന്ന ദണ്ടുമായി ചേട്ടത്തി, പൈപ്പിൻ ചോട്ടിൽ വായിൽ നോക്കി നടക്കുന്ന ലോലൻ അപ്പി ഹിപ്പി, പിന്നെ മൊട്ട, കേസില്ലാ വക്കീലായ അച്ഛൻ പോത്തൻ, അമ്മ മറിയ, അതിനെല്ലാം ഉപരി ബോബനും മോളിയും. വരകളിലൂടെയും വാക്കുകളിലൂടെയും ചിരിക്കാനും ചിന്തിപ്പിക്കാനും അവസരമൊരുക്കിയ ഉത്സവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ. അയൽപ്പക്കത്തെ കുട്ടികൾ എന്നും ടോംസിൻ്റെ വേലി ചാടി അടുക്കള വഴി സ്കൂളിൽ പോകുമായിരുന്നു. അവരുടെ വികൃതികൾ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നതിൽ ടോംസിനെ സഹായിച്ചു. ടോംസിൻ്റെ മകൻ ബോബൻ ഇന്നും ഗൾഫിലും മോളി ഇന്ന് ആലപ്പുഴയിലുമാണ്. തൻ്റെ കാർട്ടൂണുകളിലൂടെ രാഷ്ട്രീയക്കാരുടെ അഴിമതിയും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും വിഷയമായതുകൊണ്ടാവാം മലയാള കാർട്ടൂൺ രംഗത്തെ ഈ അതികായകന് ഒരു പത്മ പുരസ്കാരം പോലും നൽകാതിരുന്നത്. മേരിക്കുട്ടി എന്ന ബോബന്റെയും മോളിയുടെയും അമ്മയെ വരച്ചത് അവരുടെ സ്വന്തം അമ്മയെ മാതൃകയാക്കിയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ടോംസിന്റെ ബോബനും മോളിയും മലയാളികളുടെ മനസ്സിൽ കുട്ടിയായി തുടരുന്നു. ഒരു പത്രത്തിൽ ഭാര്യ കൊടുത്ത ചരമ പരസ്യം ഇപ്രകാരമായിരുന്നു: എൻ്റെ ഭർത്താവ് ജോസഫ് പെട്ടെന്ന് നിര്യാതനായി എന്ന് ഭാര്യ ആലീസ്, 32 വയസ്സ്, വെളുത്ത നിറം, പുരാതന കുടുംബം. വരികൾക്കിടയിൽ ചിരി ഒളിപ്പിക്കുന്ന ഈ ഭാവനാവിലാസം ടോംസിന് മാത്രം സ്വന്തം. ചിരിയുടെ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ച സുഖമാണ് ടോംസിന്റെ ബോബനും മോളിയും.